തൊടുപുഴ തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശു പൊളിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. വനം വകുപ്പ് കാട്ടുനീതി നടപ്പാക്കുകയാണ്. കൈവശാവകാശ ഭൂമിയിലെ കുരിശു പൊളിക്കാൻ വനം വകുപ്പിന് അധികാരമില്ല. മേഖലയിൽ റവന്യൂ വനം സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്നും ഉടൻ തന്നെ സർവേ നടത്താൻ ആവശ്യപ്പെട്ടുവെന്നും ഡീൻ പറഞ്ഞു. മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ആർക്കും നിഷേധിക്കാനാവില്ല. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച അവകാശം സ്ഥാപിക്കുകയല്ല ഇടവക ചെയ്തത്. പള്ളി കുരിശ് സ്ഥാപിച്ചത് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ്. ജനങ്ങളെ കുടിയിറക്കി വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ഇടത് സർക്കാരിന്റെ നയമാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ഇത് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ്. ഒരു സ്വകാര്യ വ്യക്തി ഇടവക ദേവാലയത്തിന് സൗജന്യമായി നൽകിയിട്ടുള്ള ഭൂമിയാണ്. വനംവകുപ്പിന് ഈ സ്ഥലത്തിന്റെ മേലെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിട്ടുള്ള ഭൂമി, അയാൾക്ക് കൈവശാവകാശമുണ്ട്. അവിടെ കയറി എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയേ മതിയാവും. ഇതൊന്നും ചെയ്യാതെ കടന്നു കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ വേണ്ടത്. വനം വകുപ്പ് കാട്ടുനീതി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ജില്ലയിലുള്ളത്. കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുത് മാറ്റിയിരുന്നു. കാളിയാർ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് അന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുരിശ് പിഴുതെടുത്തത്. 40-ാം വെള്ളി ദിനത്തിലാണ് കുരിശ് സ്ഥാപിച്ചതും വെഞ്ചരിപ്പ് നടത്തിയതും. ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ ഇന്നലെ കുരിശിന്റെ വഴി നടത്തിയത്. PS സാഗർ വിവരങ്ങളുമായി. സാഗർ, അതൊരു രാഷ്ട്രീയ തർക്കമായി കൂടി മാറുകയാണ്. ഇന്നിപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ വാക്കുകൾ വനം വകുപ്പ് കാട്ടുനീതി നടപ്പാക്കുന്നു, ഇത് ഇടത് സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് എന്നൊക്കെയാണ്. അവിടെ ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ സംഘർഷാന്തരീക്ഷമൊക്കെ മാറിയോ? ഈ രാഷ്ട്രീയമായി ഇതിനെ അവിടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ഈ തൊമ്മൻകുത്തിൽ സ്ഥാപിച്ച് കുരിശ് സ്ഥാപിച്ച ഒരു നടപടി രാഷ്ട്രീയപരമായുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ആ കാര്യത്തിലൊരു വ്യക്തത തന്നെയാണ് ഇന്നലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നമ്മോട് പറഞ്ഞത്. ഈ കുരിശു പൊളിച്ച നടപടി ഫാസിസ്റ്റ് നടപടിയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. മതസ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച് അവകാശം സ്ഥാപിക്കുകയല്ല ചെയ്തത്. അതേപോലെ കുരിശ് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ് സ്ഥാപിച്ചത്. ഈ ഭൂമിയായിട്ട് വനം വകുപ്പിന് യാതൊരു ബന്ധവുമില്ല. വനം വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒട്ടാകെ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നത്. വനം വകുപ്പിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിക്കണമെന്നാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കിയത്. ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്നലെ രാവിലെ ദുഃഖവെള്ളി ദിനത്തിൽ ഈ സഭയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. ഈ 40-ാം വെള്ളിയോടനുബന്ധിച്ചായിരുന്നു ഈ പ്രദേശത്ത് അന്ന് ഈ സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ച ഒരു നടപടി ഉണ്ടായത്. അതിനെ ഫോറസ്റ്റ് അധികൃതർ എത്തി ആ കുരിശ് പിഴുതു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവിടെ സ്വകാര്യ വ്യക്തി പള്ളിക്ക് സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് സഭയുടെ അവകാശവാദം. എന്നാൽ ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നതാകട്ടെ വനമേഖലയിലാണെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞത്. ആ ഒരു കാരണത്താലാണ് ഈ കുരിശ് ഇവിടെ പിഴുതു മാറ്റിയത്. ഇന്നലെ ഈ ദുഃഖവെള്ളി ദിനാചരണത്തിൽ ഈ കുരിശിന്റെ വഴി നടത്തിയത് ഈ കുരിശ് പിഴുതു മാറ്റിയ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പോലീസും വനംവകുപ്പ് അധികൃതരും ആദ്യം വിശ്വാസികളെ തടഞ്ഞു. എന്നാൽ ഈ വിശ്വാസികളെ തടഞ്ഞതിനെ വകവെക്കാതെ വിശ്വാസികളെല്ലാം ഈ കുരിശ് സ്ഥാപിച്ച അല്ലെങ്കിൽ പിഴുതു മാറ്റിയ ആ സ്ഥലത്ത് കയറി അവിടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് അവർ പിരിഞ്ഞത്. ചെറിയൊരു ഉന്തും തള്ളും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘർഷ രീതി അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസും അധികൃതർ ഇടപെട്ടാണ് ഇതിൽ തൽക്കാലം ഈ സ്ഥലത്ത് ഇവർ കയറി പ്രാർത്ഥന നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇന്നലെ കുരിശ് സ്ഥാപിക്കുകയാണെങ്കിൽ ആ കുരിശ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു പോലീസിനും വനം വകുപ്പിനും ഉള്ളത്. എന്നാൽ ഈ ഭൂമി പള്ളിക്ക് ദാനം കിട്ടിയതാണ്, ഇത് പള്ളിയുടെ കൈവശത്തിൽ ഇരിക്കുന്നതാണെന്നാണ് പള്ളി സഭാ അധികൃതർ വ്യക്തമാക്കുന്ന വിവരം. അതേസമയം ഇതിന് ജോയിന്റ് വെരിഫിക്കേഷൻ ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം മാത്രമേ വനം വകുപ്പിന് ഇതിലൊരു കൃത്യമായ ഒരു കാര്യം പറയാനാവൂ, ഇത് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാനാവൂ എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. എന്തായാലും ഈ ഭൂമിയിൽ തന്നെ കുരിശ് സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ വിശ്വാസികളുടെ ഒരു ആവശ്യം. ഈ വിശുദ്ധ ദിനം നാളെ ഈസ്റ്റർ കൂടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കുരിശ് സ്ഥാപിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. UDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ വനം വകുപ്പിനെതിരെ ഇടുക്കിയിൽ പല കാര്യങ്ങളും വനം വകുപ്പിനെതിരെയാണ് നിലപാടെടുക്കുന്നത്. കാരണം ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും വനംവകുപ്പ് വ്യാപകമായി യാതൊരു കാരണമില്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഈ വനം വകുപ്പിനെതിരെ വ്യാപകമായ ഒരു വിമർശനമാണ് ഉയരുന്നത്. ശ്രീജ, PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്.